യുവരാജ് ഗോകുൽ മുഖ്യമന്ത്രിയുടെ മറുപടി അല്പം മുമ്പ് ഇപ്പോൾ തീർന്ന ഈ വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണം. അതിൽ നിങ്ങൾ അതിനുള്ള മറുപടി എന്താണ് നൽകുന്നത്? അല്ല സ്മൃതി, ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രതികരണം പരിപൂർണമായിട്ട് കാണാൻ പറ്റിയില്ല. ഞാൻ ഇങ്ങോട്ടേക്ക് യാത്രയായിരുന്നു, അതുകൊണ്ട് ലാസ്റ്റ് ജസ്റ്റ് ഒരു വാക്ക് മാത്രമാണ് കേട്ടത്. അദ്ദേഹം പറയുന്ന അതായത് ഈ ആരോപണങ്ങളെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇതാണ്: യുവരാജ് ഗോകുൽ ഈ ആരോപണത്തെ ഗൗരവത്തിൽ കാണുന്നില്ല. കേസ് കോടതിയിലാണല്ലോ, കോടതിയിൽ അതിന്റെ വഴിക്ക് നടക്കട്ടെ എന്നുള്ളതാണ്. മാത്രമല്ല, ബിനീഷ് കോടിയേരിക്കും വീണ വിജയനും രണ്ട് നീതിയാണോ എന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് ബിനീഷ് കോടിയേരിയുടെ കാര്യത്തിൽ കോടിയേരി എന്ന അച്ഛൻ്റെ കാര്യം സൂചിപ്പിച്ചിരുന്നില്ല, പക്ഷേ ഈ കേസിൽ തൻ്റെ പേര് കൂടി അതിൽ ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ ലക്ഷ്യം വ്യക്തമാണ്, തൻ്റെ രക്തത്തിന് വേണ്ടിയുള്ള ദാഹമാണ് എന്ന് വ്യക്തമാവുകയാണ് എന്ന് പിണറായി വിജയൻ പറയുന്നു. കേന്ദ്ര ഏജൻസികളുടെ വരവിനെ അങ്ങനെയാണ് CPIM കാണുന്നത്, മുഖ്യമന്ത്രിയും കാണുന്നത്. മറുപടി: അല്ല, തീർച്ചയായിട്ടും അതിനകത്ത് ഇപ്പോൾ അവർക്ക് രാഷ്ട്രീയമായിട്ട് മാത്രമേ അതിനകത്ത് പ്രതിരോധം ഉയർത്തുവാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ഒരു വിഷയം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ മകള് ഒരു കമ്പനി തുടങ്ങി. ആ കമ്പനിക്ക് ഇത്രയും അധികം, നമ്മൾ ഒരുപാട് തവണ കേരളത്തിൽ ഇത് ചർച്ച ചെയ്ത വിഷയമാണ്. ഇതിനകത്ത് ആവർത്തന വിരസത തീർച്ചയായിട്ടും ഉണ്ടാവും, എങ്കിലും വീണ്ടും പറയേണ്ടി വരുന്നതാണ്. ഇത്രയധികം തുക അദ്ദേഹത്തിൻ്റെ മകളുടെ കമ്പനിയിലേക്ക് വന്നിട്ടുണ്ട്. അത് സേവനത്തിനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൊടുത്ത സേവനം എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് ഇതുവരെയും കേരളത്തിന്, ഈ നിമിഷം വരെയും കേരളത്തിനൊരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ മകൾക്കോ CMRL എന്ന് പറയുന്ന കമ്പനിക്കോ സാധിച്ചിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് കമ്പനി അതിൽ വ്യക്തത കൊടുത്തിട്ടുണ്ട് എന്ന് കൂടിയാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഈ അന്വേഷണ സംഘത്തിന് കമ്പനി വ്യക്തത കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഇത് കള്ളപ്പണ ഇടപാടല്ലല്ലോ. കാരണം ഇതിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, GST അടച്ചതിന്റെ രേഖകളുണ്ട്. അപ്പോൾ എല്ലാ രേഖകളും അവിടെ നിൽക്കുകയാണ്. ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അല്ല, രേഖകൾ വെച്ചിട്ട് തന്നെയാണ് മണി ലോണ്ടറിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തുന്നത്. അതായത് ബ്ലാക്ക് മണിയെ വൈറ്റ് മണി ആക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിനകത്ത് രേഖകൾ വരും. ആ രേഖ എന്ന് പറയുന്നത് കയ്യിലുള്ളതൊരു ചക്ക, ആ ചക്കയുടെ വില 10,000, അങ്ങനെ 10,000 രൂപ കൊടുത്ത് ഞാനൊരു ചക്ക വാങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു രേഖ കാണിച്ചു കഴിഞ്ഞാൽ അത് തൊണ്ടതിടാതെ വിഴുങ്ങാൻ പറ്റുന്നതല്ലല്ലോ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നിൽക്കുന്നവർ, നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആൾക്കാർ. യുവരാജ് ഗോകുൽ കേസിൽ 11ാം പ്രതിയാണ് വീണ. അപ്പോൾ ഏതൊക്കെ ചക്കകൾ കഴിഞ്ഞിട്ടാകണം വീണയിലേക്ക് എത്തേണ്ടത്? എന്തുകൊണ്ടാണ് വീണ എന്ന ഇതിലേക്ക് നിങ്ങൾ ഊന്നുന്നത്, വീണയെ ചോദ്യം ചെയ്യും എന്നതിലേക്ക് ഊന്നുന്നത്? സ്മൃതി, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന കേസ് വളരെ വ്യക്തമായിട്ടും CMRLും വീണയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയമാണ്. കേരളത്തിലും ഇന്ത്യയിലും ഒരുപാട് അല്ലാത്ത തരത്തിലുള്ള കമ്പനികളുമായി ബന്ധപ്പെട്ടിട്ട്, ആ കമ്പനികൾ ഫ്രോഡ് കാണിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് EDയും SFIOയും വിജിലൻസും ഒക്കെ അന്വേഷണങ്ങൾ നടത്തുന്നതായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ആ വിഷയങ്ങളൊന്നും നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ലല്ലോ. ഇവിടെ ഈ വിഷയം നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനകത്തൊരു പൊളിറ്റിക്കൽ ആംഗിളും കൃത്യമായിട്ടൊരു പൊളിറ്റിക്കൽ വിഷയവും അതിനകത്ത് നിൽക്കുന്നത് കൊണ്ടാണ്. ഈ ഇൻകം ടാക്സിൻ്റെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് എന്താണ്, അവരൊരു പുറത്തേക്കൊരു റിപ്പോർട്ട് കൊണ്ടുവരുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇല്ലാത്ത സേവനത്തിൻ്റെ പേരിലാണ് ഈ പറയുന്ന പൈസ വീണ വിജയൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ വീണ തൈക്കണ്ടി എന്ന് പറയുന്ന വ്യക്തിയുടെ കമ്പനിയിലേക്ക് വന്നിരിക്കുന്നത്. ആ വന്നിരിക്കുന്നത് ഒരു പ്രോമിനൻറ്റ് പൊളിറ്റീഷ്യന് കൊടുക്കുവാനുള്ള പൈസയാണ് എന്ന് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ഹർ ഫാദർ എന്നും പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി പറഞ്ഞത് 100% ശരി തന്നെയാണ്. ഇവിടെ വിഷയം മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് തന്നെയാണ് ആ പ്രശ്നം വന്നിരിക്കുന്നത്. പക്ഷേ അത് മുഖ്യമന്ത്രിയോടുള്ള ഒരു പൊളിറ്റിക്കൽ വെണ്ടട്ട എന്നുള്ള നിലയിലല്ല. കണ്ടുകൊണ്ടിരിക്കുന്ന 3.5 കോടി മലയാളികൾക്കും വ്യക്തമായി മനസ്സിലാകുന്ന തരത്തിൽ പിണറായി വിജയന് വരേണ്ടിയിരുന്ന പൈസ അത് റൂട്ട് മാറ്റി ഒരു മണി ലോണ്ടറിങ് പ്രോസസ്സിൻ്റെ വഴിയിലേക്ക് പോവുകയും അത് വീണ വിജയൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകളുടെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് ഇല്ലാത്ത സേവനങ്ങളുടെ പേരിൽ, ഇപ്പം മുഖ്യമന്ത്രി സേവനങ്ങൾ കൊടുത്തു എന്ന് കമ്പനി വ്യക്തമാക്കി എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല. കമ്പനിയും വ്യക്തമാക്കിയിരിക്കുന്നത് എന്താണ്? മൈക്രോസോഫ്റ്റ് എക്സൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടാലി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് 1.72 കോടി രൂപ കൊടുത്തു എന്ന് ഈ കമ്പനി പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ വിശ്വസിക്കണം എന്നാണോ സ്മൃതി പറയുന്നത്? ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതിൻ്റെയൊക്കെ സർവീസിന് വേണ്ടിയിട്ടാണല്ലോ സ്മൃതി. നമ്മളൊരു 10 ലക്ഷം രൂപയുടെ കാറ് മേടിച്ചു കഴിഞ്ഞാൽ ഈ കാറിൻ്റെ സർവീസിന് നമ്മൾ 1.5 കോടി രൂപ ചിലവാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കണം?
ഇല്ലല്ലോ. നിങ്ങൾ ഈ പറയുന്ന ടാലിയുടെ ഒറിജിനൽ സോഫ്റ്റ്വെയറിന് എത്ര രൂപ വിലയാവും? നിങ്ങൾ ഈ പറയുന്ന മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ ഒറിജിനലിന് എത്ര രൂപ വിലയാവും നമുക്ക്? അപ്പോൾ ഈ പറയുന്ന 3-4 സോഫ്റ്റ്വെയറുകളുടെ പേരുകളാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഈ സോഫ്റ്റ്വെയറുകളുടെ ഒറിജിനൽ പ്രൈസ് പോലും ഈ പറയുന്ന സോഫ്റ്റ്വെയറുകളുടെ സർവീസിന് വേണ്ടിയിട്ട് ചെലവാക്കി എന്ന് പറയുന്നതിൻ്റെ 10-1 പോലും വരില്ലാന്നേ. 10-1 പോലും വരില്ല. അപ്പോൾ ഇവർ ഈ കൊടുത്തിരിക്കുന്ന സർവീസ് എന്താണ് അതിനെക്കുറിച്ചിട്ട് ക്ലാരിറ്റിയോടുകൂടി കേരളത്തിന്റെ മുമ്പിൽ പറയുവാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട്, മുഖ്യമന്ത്രിയുടെ മകൾക്കുണ്ട്. 2 വർഷമായി നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യാണ്. ഇപ്പോഴും ഇത് മൈക്രോസോഫ്റ്റ് എക്സലിലും ടാലിയിലും കിടന്ന് കറങ്ങുന്നതിന് അപ്പുറത്തേക്ക് ഒരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ട് ഇവർക്ക് എല്ലാവർക്കും തന്നെ പരാജയപ്പെട്ടിട്ടുണ്ട്. ആ പരാജയപ്പെട്ടതിനെ മറച്ചു പിടിക്കുവാൻ വേണ്ടിയിട്ട് ഇത് എൻ്റെ മകളായതുകൊണ്ട് ഇത് പൊളിറ്റിക്കൽ വെണ്ടറ്റ തീർക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് കൈ കഴുകാൻ ഓടി രക്ഷപ്പെടുവാനും മാത്രമേ സാധിക്കുകയുള്ളൂ. കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കൃത്യമായിട്ട് ആ വിഷയത്തിനകത്ത് ധാരണയുണ്ട്. ഇതിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെട്ടു പോകാം എന്ന് അവർ കരുതണ്ട. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.